കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലക്ഷ്മി പൊന്മണ്ടത്തിൽ ലക്ഷ്മിക്കുട്ടിയുടെ ഇന്റർവ്യൂ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, എൻ്റെ കുറച്ച് അതും ഉണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ, അതുപോലെ അൻസിബയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്, ന്യായത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിയെ കരിവാരി തേച്ചുകൊണ്ട് അവളെ തരം താഴ്ത്തി കെട്ടിക്കൊണ്ട് അവൾ വൃത്തികെട്ട സ്ത്രീയാണ്, അങ്ങനെ വളരെ മോശമായ പെണ്ണാണെന്ന് വരുത്തി തീർക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മിപ്രിയ അടക്കം വന്നിരുന്ന് ഈ പറയുന്ന അൻസിബയെ പറ്റിയിട്ട് എന്നാ കാട്ടവരാത പറയുന്ന, അവൾ കള്ളു കുടിക്കും, അവൾ മറ്റേ രീതിയിൽ നടക്കുന്ന പെണ്ണാണ്, ആണുങ്ങളെ വിളിച്ച് റൂമിൽ കയറ്റുന്ന പെണ്ണാണ്, ഇങ്ങനത്തെ പല ആരോപണങ്ങളും ഇന്ന് പബ്ലിക്കിൽ വന്നിരുന്ന് ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് അൻസിബയെ താഴ്ത്തി കെട്ടാൻ ധൈര്യം കാണിക്കുന്ന ലക്ഷ്മിപ്രിയ അപ്പോൾ അന്ന്, അതായത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് ഇരുന്ന സമയത്ത് എന്തുമാത്രം കാട്ടവരാധങ്ങൾ ഈ പറയുന്ന അൻസിബയെ പറ്റിയിട്ട് പറഞ്ഞുണ്ടാക്കി കാണും. ഈ പറയുന്ന ടിനി ടോം ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ജിഹാദി എന്നും, അതുപോലെ ഈ പറയുന്ന അൻസിബയ്ക്ക് ലാലേട്ടനുമായിട്ട് അവിഹിതം, രണ്ടാം അച്ഛനുമായിട്ട് അവിഹിതം, ഈ തരത്തിലുള്ള ഇത്രയും മ്ലേച്ഛകരമായിട്ടുള്ള കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇനിയൊന്ന് നിങ്ങൾ ഊഹിച്ചിരുന്നു നോക്കി ചിന്തിക്ക്. ഇപ്പൊ പബ്ലിക്കായിട്ട് വന്നിരുന്നു ഇത്രയും പച്ച അപരാധം ഇവളുമാര് പറയുന്നുണ്ടെങ്കിൽ അൻസിബയെ പറ്റിയിട്ട്, അന്ന് കരക്കമ്പിയിലുള്ള സംസാരത്തിൽ അല്ലെങ്കിൽ അടിയൊഴുക്കിൽ മറ്റുള്ളവരെടുത്ത് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞു പരുത്തി അൻസിബയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം മ്ലേച്ഛകരമായിട്ടുള്ള വാക്കുകൾ അൻസിബയെ പറ്റിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറയാതെ തന്നെ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി, ഇതിനെല്ലാം ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കുക. പബ്ലിക്കായിട്ട് വന്നിരുന്നുണ്ട് പച്ച അപരാധമാണ് അവളെ പറ്റി പറയുന്നത്. അവള് റൂമിൽ രാത്രി മറ്റവനെ വിളിച്ച് കയറ്റി, മറിച്ചവനെ വിളിച്ച് കയറ്റി, ഞാനാണ് അവൾക്ക് കള്ളടിച്ച് ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു സെറ്റപ്പിലേക്ക് ഇത്രയും മ്ലേച്ഛകരമായിട്ട് ആ പെണ്ണിനെ എങ്ങനെ തരം താഴ്ത്താൻ പറ്റും? അതിന്ന് പബ്ലിക്കായിട്ട് ഇത്രയും ധൈര്യത്തോടെ ലക്ഷ്മിപ്രിയ അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ടിനി ടോം അടക്കം അന്ന് എത്രത്തോളം രീതിയിൽ ജിഹാദി എന്നും പല രീതിയിലുള്ള ആരോപണങ്ങൾ, അഭീത കഥകൾ അടക്കം അടിച്ച് അൻസിബയെ പറ്റിയിട്ട് ഇറക്കി എന്ന് പറയുന്നതിൽ കള്ളമുണ്ടാകുമോ? നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഇതിനെല്ലാം ഉത്തരം കിട്ടും. അപ്പൊ ലക്ഷ്മിപ്രിയയുടെ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം ചേച്ചി, ചേച്ചി പണ സിനിമകളുണ്ട്, കഥ തുടർന്നുവാണെങ്കിലും ഭാഗ്യദേവതയാണെങ്കിലും ഇതിനപ്പുറം ആണെങ്കിലും മോളി ആൻഡി റോക്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിച്ച ചിത്രങ്ങളാണ്. ചിരിപ്പിക്കാവുന്ന പാതള്ള എനിക്ക്, ഞാൻ ഗംഭീരമായിട്ട് അഭിനയിച്ചെന്ന്. അയ്യോ, ജീവിതത്തിൽ ഗംഭീരമായിട്ട് കിടന്ന് അഭിനയിക്കുന്നുണ്ട്, അതും പക്ഷെ മൂഞ്ചുന്നുണ്ട്. അതാണ് അവസ്ഥ. സിനിമയിൽ ഗംഭീരമായിട്ട് അഭിനയിച്ചു പോലും. പിന്നെ നയൻതാരയിൽ ഇരിക്കണ ഇന്റർവ്യൂക്ക് ഇഞ്ചി പോ അമ്മജി, ഗംഭീരമായിട്ട് അഭിനയിച്ചു പോലും. അഭിനയിക്കാനല്ല കഴിവല്ല ഉണ്ട്, കുറെ കരഞ്ഞും വിളിച്ച് വാടിയും കിടന്ന് കുറെ കൊണ റോളുകൾ ചെയ്ത്, അല്ലാണ്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചെന്ന് കോപ്പാണ്. സത്യമുള്ള കാര്യം പറയല്ലോ, വാച്ചായിരുന്നു. പറ. പക്ഷേ എന്നാൽ പോലും എന്താ പറയാ, നമ്മളെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ വളരെ വിഷമാണ്. അതങ്ങനല്ല, എങ്ങനെ അംഗീകരിക്കും ഇമാതിരി സാധനങ്ങൾ? ഏതെങ്കിലും മനുഷ്യന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടർമാർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുക്കുവോ, സെലക്ട് ചെയ്യുവോ? ചുമ്മാ ചിലപ്പോൾ മറ്റേ ബാക്കിൽ നിന്ന് കൊടി പിടിക്കാനായിട്ട് പിടിച്ച് നിർത്തും, അല്ലാണ്ട് നിന്നെയൊക്കെ പിടിച്ച് കലാകാരത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തുമില്ല. പിന്നെ എങ്ങനെയൊക്കെ വലിഞ്ഞു കയറിയ അമ്മ സംഘടനയ്ക്കകത്ത് കയറി, അത് എങ്ങനെയൊന്നും ഇതുവരെ പിടികിട്ടുന്നില്ല. അത് ആരുടെയൊക്കെ വഴി കയറി വന്നതാണ്. അല്ലെങ്കിൽ തന്നെ 20 ലക്ഷം ഒരു പ്രൊഡ്യൂസറിനെ തട്ടിപ്പ് നടത്തി ക്രിമിനൽ കേസ് അടക്കം കോടതിയിൽ നിൽക്കുന്ന ഒരു പ്രതിയായിട്ടുള്ള ഒരാൾ എങ്ങനെ ഈ ഒരു സംഘടനയിൽ ഒരു സ്ഥാനത്തേക്ക് കയറി? ഓക്കെ, വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. പിന്നെ ഗംഭീരമായിട്ടുള്ള അഭിനയം. എന്നെ ചിരിപ്പിക്കില്ല അമ്മച്ചി, ഉള്ള കാര്യം പറയാം. നിങ്ങള് ബിഗ് ബോസിൽ കിടന്ന് മെഴുകി, അതും ചിരിച്ചിരിച്ച് ചത്ത് അവിടെ കാറിയൊക്കെ വരെ തുപ്പി. അത്ര നിലവാരമില്ലാത്ത സാധനമാണ്. പരിസരം പോലും ബോധമില്ലാണ്ട് അത്രയും വലിയൊരു സ്റ്റേജിൽ പോയിന്നിട്ട് ഇവളൊക്കെ താനെ കൊണം കാണിച്ചുകൊണ്ട് അവിടെ കിടന്ന് കാറി തുപ്പിയ ടീമുകൾ. ഇമാതിരി പട്ടിത്തിട്ടങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയല്ല, കാറി തുപ്പി എറിയുന്നതുണ്ട്. വളുവിക്കാൻ പറഞ്ഞു ആലോചിച്ചപ്പോൾ. ഒരൊറ്റ ദിവസം ജനറൽ ബോഡിയിൽ ആരെങ്കിലും ഒക്കെ കയറി നിന്ന് പറയും നമ്മൾ സഹോദരങ്ങളാണ്, സഹപ്രവർത്തകരാണെന്നൊക്കെ. ഈ സഹോദരനെയോ സഹപ്രവർത്തകനെയോ ഒന്ന് കണ്ടാൽ അദ്ദേഹം ഒന്ന് മിണ്ടുക പോലും നമ്മളെടുത്ത് ചെയ്യില്ല. നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങൾ എടുത്ത് മിണ്ടി കഴിഞ്ഞ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ,
അൻസിബ ഒരു സമയത്ത് മിണ്ടിയിരുന്നത് കൊണ്ട് ഇന്ന് അവള് കേൾക്കേണ്ടി വന്നത് ഞാൻ അവൾക്ക് കള്ളൊഴിച്ചു കൊടുത്ത് അവളെ റൂമിൽ വേറൊരുത്തർ ഉണ്ടായിരുന്നു, അവളെ റൂമിൽ മറ്റമായിരുന്നു, അവളെ കള്ള കാമുകയായിരുന്നു. ഇമാതിരി അപരാധങ്ങൾ അവൾ കേൾക്കേണ്ട ഗതികേടിലോട്ട് പോയി. മനസ്സിലായ? അതെന്തുകൊണ്ടാണ്? നിന്നെ പോലുള്ള ഒരെണ്ണത്തിന് അടുപ്പിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള മഹാനടന്മാരും നടിമാരും നിന്നേക്ക് അടുപ്പിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് റീസൺ. ഇരുന്ന് ചിന്തിക്കും. മനസ്സിലായോ? എന്റെ അനുഭവം അല്ല, ഒരുപാട് പേർക്ക് എന്റെ അനുഭവം മാത്രം, എനിക്ക് അത് തന്നെയാണ് അനുഭവം. എന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് പുസ്തകം ഇനി നിനക്ക് പുസ്തകം ഉണ്ടാ? ഇനി അതിൻ്റെ കൂടി കുറെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയില്ല പുസ്തകം കൂടി ഉണ്ടായിരുന്നു. ഒരു പ്രമുഖ നടന്റെ അടുത്ത്, അതാണ് എന്റെ മൂന്ന് വലിയ മനുഷ്യർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം. ഓ, 3 വലിയ മനുഷ്യനൊന്നും വേണ്ട, നീ തന്നെ ഒന്ന് ധാരാളം. ഇനി മൂന്നാമതും ഒക്കെ വേണോ? നീ ഒന്നി തന്നെ വലിയ സംഭവ. നടക്കട്ട്, പിന്നെ ബാക്കി പറ. അതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്? സമൂഹത്തിൽ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണോ മനുഷ്യനെ വലിയവനാക്കുന്നത്? മനുഷ്യനെ വലിയവനാക്കുന്ന ഘടകം എന്താണ്? അത് തിന്ന് പെരിന്ന് കുണ്ടി ചൊറിയണം. കുഴപ്പമില്ല, നിന്റെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, തിന്ന് പെരി വരുമ്പോൾ വലിയവനാവും. മനസ്സിലായി? വലുതാവും. നമ്മൾ കഴിക്കാതിരുന്ന എന്നെ പോലെ ഉണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചെറുതാവും. നമ്മൾ തിന്നു കഴിഞ്ഞാൽ വലുതാവും. അത്രേ ഉള്ളൂ. മനസ്സിലായി? അത്രേ ഉള്ളൂ. നീ പറ, നീ ഉദ്ദേശിച്ചെന്താ എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് പോലും എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഏത് നമ്മൾ തിന്ന് പെരുകുന്നതാ? ഇവിടെ കണ്ടന്റ് ഇതായിരുന്നു. ഇവളിത് തേങ്ങ ഉദ്ദേശിക്കുന്നത്. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, കേൾക്കാം. നമുക്കറിയാന്നുള്ള പോലെ ഇരുന്ന് തലയാട്ടം, അതല്ലേ അതിന്റെ ഒരു ശരി. പറ ലക്ഷ്മി ചേച്ചി. അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോട് യാതൊരു ഇതുമില്ലാത്ത ഓരോ നടന്മാർ, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിന്നെ മടൽ വെട്ടി അങ്ങനെ അടിക്കും. ലാലേട്ടനാണ് ഇവൾ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പ്രമുഖ നടൻ വേറെ ആര്? നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഇല്ലും ഇമ്മേണ്ടി അണ്ണൻ തനി നാടൻ വന്നാലേ. ഇവളെ വീഡിയോ ചെയ്യുമ്പോൾ എന്താ എനിക്ക് കുണ്ടി ഉറിയണ്. മൂട്ടയില്ല എൻ്റെ ബെഡിൽ. ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ ബെഡൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇവളെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടാവുന്ന പരിപാടിയാ. പറ. വലിയ നടൻ, മഹാനടൻ. ഇനി ഹൾക്കായിരിക്കും. ഹൾക്കാണ് അത്യാവശ്യം സൈസുള്ളത്. അവഞ്ചേഴ്സിലെ ഹൾക്കാവാൻ ചാൻസ് ഉണ്ടാ? എന്തായാലും നീ പറ. മെസ്സേജ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ മെസ്സേജ് ഒക്കെ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. സൂക്ഷിച്ച് വെച്ചോ, ഫ്രണ്ട് അടുത്ത് ഫ്രെയിം ചെയ്ത് പോയി. നിന്നെയൊക്കെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അതിൽ ഒരു അത്ഭുതവും ഇല്ല. എങ്ങനെ മൈൻഡ് ചെയ്യും അതെനിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എങ്ങനെയാണ് നിന്നെയൊക്കെ മൈൻഡ് ചെയ്യാൻ പറ്റുന്നത്? ലാലേട്ടനാണ് ആ നടൻ എന്നൊക്കെ ഉള്ള രീതിയിൽ കരക്കമ്പിയിൽ സംസാരം നടക്കുന്നുണ്ട്, അറിയില്ല. ലാലേട്ടാ, നിങ്ങളാണ് നടനെങ്കിൽ നിങ്ങളുടെ ഫാനാണ് ഞാൻ ഇന്നു മുതൽ. ഇതുപോലത്തെ സാധനങ്ങൾക്കൊന്നും റിപ്ലൈ കൊടുക്കരുത്, തിരിഞ്ഞു പോലും നോക്കില്ല. കാട്ടമ്പറക്കി കേസുകളാണ്, ക്രിമിനൽ കേസുള്ള സാധനങ്ങളാണ്. കുണ്ടി വീണ്ടും ചൊറിയണം. ഇവളെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കുണ്ടികളായി പോകുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ലക്ഷ്മിപ്രിയയുടെ പുസ്തക പ്രകാശനത്തിനും ലക്ഷ്മിപ്രിയയുടെ പുസ്തകത്തിന് അവതാരിക എഴുതാനും ലക്ഷ്മിപ്രിയയുടെ നാടകം കാണാനും ഒക്കെ വരുന്ന വിധത്തിൽ ലക്ഷ്മിപ്രിയ ഇനിയും വളരട്ടെ. ഉരിച്ച് പോയി മൂഞ്ചി. ഞാൻ വല്ല കുണ്ടിയിലോ വല്ല പൗഡറും എല്ലാം എടുത്തിട്ട് ഇവളെ തള്ളു കേട്ടപ്പോഴേ കുണ്ടി പറയാൻ തുടങ്ങിയത്. നീ മറ്റേ കട്ടപ്പനയിൽ സിദ്ദിഖ് സലീംകുമാറിൻ്റെ അടുത്ത് ചോദിക്കുന്ന നീ, അതുപോലെ നീ. ഓൾ ദി ബെസ്റ്റ്. ബാക്കി അപ്പൊ അദ്ദേഹം ഐ എം നോട്ട് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. ഇങ്ങനെ ഒരു സാധനം ഏത് ഇടിയും മഴയത്തുണ്ടായതോ എന്തോ ദൈവത്തിനറിയാം. ചൊറിയണം. ഇവളെ വീട് ചെയ്തപ്പോൾ ദേഹം മൊത്തം ചൊറിയുണ്ടായിരിക്കും. കുണ്ടി എക്സ്പെഷ്യലി. കുണ്ടിയാണ്ടവാ, നീ പറയടി, ഞാൻ ഇവിടെ കുണ്ടി ചൊറിയിട്ട്. മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? എന്തെടി മൂട്ട അടിച്ചേ? ഇത് എന്നെ കടിക്കണം, നിന്നെ കടിക്കണം. നല്ല ചിരി, അടുത്ത ചിരി. മദ്യപിക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടി അണ്ണാക്കി പിരിവട്ടിയ പോലെ ഒരു ചിരിക്കാണ്ട്. മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇത് മദ്യപിക്കുന്നുണ്ടാ? ആലോചിക്കുകയാണ് എന്ത് പറയണത് ദൈവമേ. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ഇനി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരാണെങ്കിൽ വീഡിയോ കൊണ്ടുവരും. ആര്? യൂട്യൂബേഴ്സ്. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് പറയും ഞാൻ? പറ. ഈ പറയുന്നവരൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ വയ്യ, ഇനി എനിക്ക് കൊണ്ടുവരാൻ വയ്യ. ഞാൻ രാവിലെ പോലെ കാണിക്കുക കാന്താരിയും നിന്റെ ബാറിലെ വീഡിയോസും ഒക്കെ കാണും. ബാറിൽ നമ്മൾ പിന്നെ മറ്റേ
ഞാൻ പറയണില്ല. പറ, നീ തന്നെടേ ശരി, ഞാൻ തെറ്റ് സമ്മതിച്ചു. ഓക്കെ, സുല്ലി പറ, തള്ളു. ിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആണോ? അതിന്റെ ബില്ലും അവക്കെന്ത് പൈസ ഇല്ലായിരുന്നോ നീ വാങ്ങിച്ചു കൊടുത്ത്? നാണമില്ല എനിക്ക്? ഒരു കൊച്ചു പെണ്ണിന് മദ്യം വാങ്ങിച്ചു കൊടുത്ത് നശിപ്പിച്ചതും പോരാ, എന്നിട്ട് വന്നിട്ട് തള്ളുന്ന. ഇനി അവളെ മദ്യം കുടിച്ചാൽ അത് അവളുടെ പേഴ്സൺ കാര്യം. പിന്നെ നീ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ നിന്നെക്കാളും പ്രായം കുറഞ്ഞ പെണ്ണിന് മദ്യം വാങ്ങിച്ചു കൊടുത്ത് നീ അവളെ നശിപ്പിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അവരതും കാണിച്ചിട്ട് തന്തയില്ല എന്ന് പറയണം. ഡീറ്റെയിൽസും എല്ലാം എന്റെ ഈ ഫോണിലുണ്ട്. ഫോൺ എടുത്ത് മടിയിൽ വെച്ചോട്ടാ, മാച്ചുകളല്ലേ. അല്ലെങ്കിൽ ഇനി ഫോൺ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പറയും നമ്മൾ അടിച്ചുകൊണ്ട് പോയത്. മാക്കരുത്, വെച്ചോ ഡീറ്റെയിൽ ആക്കി ഇരിക്കട്ടെ. ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13 ബ്ലഞ്ച് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ്. അയ്യോ, പച്ചവെള്ളം ചവച്ച് കുടിക്കണ പിഞ്ചു പിള്ള ആര് നീ? എന്നെ മറ്റോള് റെസ്റ്റോ ബാറിൽ കൊണ്ടുപോയി. നീ കാന്താരിയിൽ പോയതെന്തോന്ന്? മുള വരയ്ക്കാനാ? കാന്താരി മുള വരയ്ക്കാനാടി നീ പോയത്? ചേച്ചി കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടാ. ചേച്ചി നല്ലവൾ. ചേച്ചി എടുത്ത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം വന്നില്ല ഇതുവരെ. ചേച്ചി മദ്യപിക്കാറുണ്ടോ എന്നാണ് ആങ്കർ അദ്ദേഹം ചോദിച്ചത്. ചേച്ചി നേരെ അൻസിബയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വളിച്ച ചിരിച്ചുകൊണ്ട് അൻസിബയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, മുഞ്ചിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കണം. ചേച്ചിയുടെ അടുത്ത് ചോദിച്ചതിനുള്ള ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. യൂട്യൂബേഴ്സ് പറഞ്ഞതല്ലാണ്ട് ചേച്ചിക്ക് വാ തുറന്നൊന്നും പറയാനില്ല. ഇതാണ് കുതത്തെപ്പറ്റി ചോദിക്കുമ്പോൾ കുണ്ടിയെപ്പറ്റി പറയുമെന്ന് പറഞ്ഞ് ചിലവർ പഴഞ്ചൊല്ല് പറയാറുണ്ട്. കേട്ടിട്ടില്ലല്ലേ? ഞാൻ വെറുതെ പറഞ്ഞ പഴഞ്ചൊല്ല, ഞാൻ ഉണ്ടാക്കിയത്. ആവശ്യം വരും. കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണ. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. കണക്ക് പറയുന്നോടി ആൾക്കാർക്ക് തിന്നാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് നാളെ തന്നെ പറയുന്നു. ഇതിനേക്കാളും നീ വാങ്ങിക്കൊടുക്കാതിരുന്നാ പോരായിരുന്നു. അവർക്കെല്ലാവർക്കും തിന്നാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ബില്ല് പേ ചെയ്തെന്ന്. ഇത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അവന് വേണ്ടി ഒരുപാട് ചെയ്തില്ല ചേട്ടാ. ഞാൻ അവന് വേണ്ടി മാത്രമല്ലേ ചേട്ടാ. എന്താ ചേട്ടാ പിന്നെ അവൻ എന്നെ മനസ്സിലാക്കാതെ ചേട്ടാ? അതുപോലെയാണ് ഞാൻ അവന്മാർക്കെല്ലാം തിന്നാൻ വാങ്ങിച്ചു കൊടുത്തല്ലേ, ഞാനാണ് ബില്ല് പേ ചെയ്തത്, എൻ്റെ കാശ എന്ന് പറയുന്ന പോലത്തെ മട്ടായിപ്പോയി. ഇതിനേക്കാളും നീ തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ ഈ നിരപരാധിയായി എന്നെ അവിടെ കൊണ്ടുപോയത് എന്ത്? നിരപരാധിയാ? എന്തോന്ന് കേട്ടില്ല, ഒന്നുകൂടി പറ. നിരപരാധി. ഓക്കെ, ആയിക്കോട്ടെ. നീ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കണ പിഞ്ചു പിള്ളപ്പാറ കാര്യത്തിനാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ് നിന്നെ കൊണ്ടുപോയത്? എന്തിനാണ്? നീ ടാങ്കർ ലോറി ആയതുകൊണ്ടായിരിക്കും നിന്നെ കൊണ്ടുപോയത്, വെള്ളം കയറ്റി കൊണ്ടുവരാൻ. പക്ഷെ എൻ്റെ പൊന്നടാവേ, ഇങ്ങനെ തള്ളണമെങ്കിൽ ഒന്നും പറയാനില്ല. നമ്മുടെ മറ്റേ പ്രൊഡ്യൂസറിനൊക്കെ 20 ലക്ഷം പറ്റിച്ചല്ലേ? ആ പറ്റിച്ച ധൈര്യം ഇവിടെയും കാണും. പറ്റിച്ചോ? തള്ളു തന്നെ. ഇമാതിരി തള്ളു കഴിഞ്ഞാൽ ഞാനൊക്കെ പിന്നെ മാറിയിരിക്കേണ്ടി വരും. ചേച്ചി മയത്തില് തള്ളു കേട്ടോ, വയ്യ. 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ബേസിക്കലി റിച്ച്. ചേച്ചി എനിക്കൊരു 5 ലക്ഷം രൂപ തന്ന് സഹായിക്കാൻ പറ്റുമോ? വെറുതെ ഒരു രസത്തിന് ഇരിക്കട്ടെ. ചേച്ചി ഇങ്ങനെ സഹായിക്കാനുള്ള മനസ്സുള്ള വലിയ കലാകാരിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. 50,000 രൂപ അൻസിബ ഒന്ന് ചോദിക്കുന്നു, ഉടനെ തന്നെ 50,000 രൂപ എടുത്ത് വീശുന്നു. വാവ്, അമേസിങ് സ്പൈഡർമാൻ. ഹൽക്കിന് പോലും പറ്റൂല ഇങ്ങനെ. നിങ്ങളൊക്കെ ഒരു സംഭവം തന്നെ. കാശ്, പണം, തുട്ട്, മണി. ഞാനൊക്കെ കടം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടി പോലും തരാനില്ല. അതുകൊണ്ട് എന്നെ ചോദിക്കാറുമില്ല. എൻ്റെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടായിരിക്കും. ഇല്ലാത്ത വണ്ടി കിട്ടുമ്പം പൊളിക്കുമെന്ന് പറയുന്ന പോലെ ഞാൻ ഇല്ലാത്ത പോലെ ഇരിക്കും. അത്രേ ഉള്ളൂ. പറയച്ചി. ഓക്കെ. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവര് താമസിക്കുന്നത്, പിറ്റേ സ്കെഡ്യൂള് താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവര് പറയും. ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയും CCTV ഫൂട്ടേജസ് ഉണ്ട്. മനസ്സിലാക്കുന്നത് ചേച്ചി ഉണ്ടെന്ന് പറയാറുണ്ട്. വല്ല ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കും.
ഇത് ഉണ്ടെന്ന് വിളിക്കും, പക്ഷെ ഒരു ഉണ്ടയില്ല. നമ്മളങ്ങനെയല്ല. ചേച്ചി ബാറിൽ പോയിട്ടുണ്ട്, ഓ ഇപ്പം കാണിക്കാനുള്ള തെളിവ്, ബാറിൽ പോയ വീഡിയോ കാണിച്ച്, സംഭവം മനസ്സിലായില്ല. അതുപോലെ ചേച്ചി എന്തെങ്കിലും കൊണ്ട് തെളിവ് കാണിക്കും. ചേച്ചിയുടെ ഏട്ടാ ഇപ്പം എന്ത് കമൻ്റ് ഒന്നിട്ട് മെഴുകാൻ വരുന്നില്ല ഏട്ടൻ കമൻറ്റ് ബോക്സിൽ, ഐ മിസ് മേ. ഓക്കെ ആയിക്കോട്ടെ. ഈ ഡിസംബറിൽ ഞാൻ ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തെ പലിശയുണ്ട്. 1.5 പലിശയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 750 രൂപ. 750, 1500, പിന്നെ ഒരു 750, 2000 സംതിങ് ആവും. കണക്കുകൾ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഉറങ്ങിയിരുന്ന് വീഡിയോ എൻ്റെ അവസ്ഥ. ചേച്ചി പറ, എന്തായാലും ചേച്ചി കടം കൊടുക്കാൻ കാണിച്ച മനസ്സ് വലിയ മനസ്സാ. പറ. കാശിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എന്റെ അടുത്ത് രേഖയുണ്ട് തന്നതിന്. അപ്പൊ തന്നല്ല പിന്നെ എന്നാത്തിനായി കോണാത്തിലെ വർത്താനം വന്നിരുന്നു ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്നത്? ഞാൻ വെച്ച് ചേച്ചി പറ്റിച്ചിട്ട് പോയത്. അപ്പൊ തന്നെങ്കിൽ പിന്നെ എന്നാ ചേച്ചി ഗുരു പൊട്ടുന്നേ കയറി കൊണ്ട്. അപ്പോ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. ആണോ? ആണല്ലേ? ഓ, നിങ്ങളുടെ 50,000 ഗുണമയ്ക്ക് വേണ്ടിയിട്ട് അവള് മറ്റേ തട്ടിപ്പടത്തിയൊന്നും അല്ല. നിങ്ങളുടെ കടം വാങ്ങിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ തിരിച്ചു തന്നു. അതൊക്കെ വിഷമം എന്തോ വരായിരിക്കണ്. ഇങ്ങോട്ടോ വിഷമായെന്നോ? അതുകൊണ്ട് നിങ്ങളെ തകർത്ത് സംഘടനയെന്ന് ചാടിച്ച് 50,000 രൂപയുടെ കണക്കിൽ. എൻ്റെ പൊന്ന് തള്ളെ പോയിരുന്നു. തള്ളയെന്നൊന്നും വിളിക്കാൻ കൊള്ളൂല തന്നെ. പിള്ളേ ഒന്ന് മാറി തള്ളു. പിന്നെ ടിനിച്ചേട്ടൻ ഒരു ദിവസം എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. അതാണ് ടിനിച്ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനിച്ചേട്ടനെ അയ്യോ അച്ചോടാ, ടിനിയേട്ടൻ അങ്ങോട്ട് വെളുപ്പിക്കണാടി. അടുത്ത ശ്വേതമേനാണ് വെളുപ്പിക്ക്. നിങ്ങളെല്ലാരും വെളുക്ക്. അൻസിബ മാത്രം കുറ്റക്കാരി. അങ്ങോട്ട് ഏക്കുന്നില്ലല്ലേ? നമ്മളൊക്കെ പിന്നെ ഇവിടെ മറ്റേ കിഴങ്ങ് ഉറങ്ങിയിരിക്കുന്നത്. ചേച്ചി പറ ധൈര്യമായിട്ട്. അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ என் பேரு கன்னியாகுமரி, என் ஊரு கன்னியாகுமரி, போலாமா குதிரை சவாரி, ஸ்டைலாமா ராத்திரி கச்சேரி, பட்டு 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 பட்டதெல்லாம் கன்னியாகுமரி. நல்லாவே புரியும். விவேகானந்த பாறை இருக்கு அங்கே. அந்த பாறை கடல்ல இருந்து அங்கேயே இருக்கு. பக்கத்தில் அங்கே இருந்த பாறை இப்போ பக்கத்தில் ஆயிட்டேன். கன்னியாகுமரியெல்லாம் பார்த்துருக்க நிறைய தலைவர். அவ்வளோ எனக்கு பந்தம் இருக்குது கன்னியாகுமரி. எனக்கு தெரிஞ்ச இடம். ஓகே, കന്യാകുമാരി சொல்லுங்க. അവനെ എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എന്റെ അങ്ങനത്തെ സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടിനിച്ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ അങ്ങനെ, അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്. അതിൽ എനിക്ക് എന്താണ്? അവര് കന്യാകുമാരി പോയാൽ എനിക്ക് എന്താ, പോയില്ലെങ്കിൽ എനിക്ക് എന്താ? പിന്നെ നിനക്ക് എന്നാടി? പിന്നെ എന്നാ കീരവത്തിനാ നീ ഇപ്പൊ വന്നിരുന്നു ഇവിടെ എന്ന് പറയുന്നത്? അവര് കന്യാകുമാരി പോയാ എന്ത്, പോയില്ലെങ്കിൽ നിനക്കെന്ത്? പിന്നെ നീ എന്ത് ഒട്ടകത്തിനാണ് ഇവിടെ നിന്ന് പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. സജിന ഫിറോസ്, റസൂൽ പൂക്കുണ്ടി കേസ് എനിക്ക് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം ഈ കേസിൽ എല്ലാം കൂടി തെറ്റിത്തിരിഞ്ഞ് റസൂൽ പൂക്കുട്ടി സജിന വിഷയം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ദിയാസനര എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രഗ് കേസ് കൊണ്ട് അവിടെ അടിച്ചു കൊടുത്തത്. അതിൻ്റെ മറ്റൊരു വർഷമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. സംഘടനയിൽ പുറത്തായ സങ്കടം കരഞ്ഞു തീർക്കാൻ പറ്റാത്ത രോദനത്തിൽ ഇനി അൻസിബെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന വൃത്തികെട്ട രീതിയിലുള്ള മ്ലാച്ഛകരമായിട്ടുള്ള പല ആരോപണങ്ങളും വിട്ട് കൊടുത്ത് അവളുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കാനുള്ള നല്ല ഒന്നാം തരം തന്തയിലാമ ഉള്ള പരിപാടിയാണ് നടക്കുന്നത്. അപ്പം തുടങ്ങാം, പറ. അതിൽ ഏറ്റവും രസകരമായ സംഗതി വെച്ചാൽ അന്ന് ഇവര് 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. ആണോ? നീ ആരടി? ബാങ്കാ? നീയാണല്ലോ ഭയങ്കരമായിട്ട് പൈസ കൊടുക്കുന്നത് നീയാണല്ലോ. സമ്മതിച്ച് നീ സകലകല ബല്ലവി. എനിക്കറിയില്ലല്ലോ ഇദ്ദേഹം വരുമെന്നും ഇവര് കന്യാകുമാരി പോകുന്നൊന്നും എനിക്കറിയില്ല. 3000 രൂപയും കൊടുത്തിട്ട് 3000 രൂപ കൊടുത്തിട്ട് പോയെന്നാണ് പറയുന്നത്. നീ കൊടുറി, നിന്റെ അടുത്ത് കൊടുക്കല്ലെന്ന് ആരെങ്കിലും പറഞ്ഞ? ഇവളൊരു റിച്ച് തന്നെ കേട്ടോ. എനിക്കൊരു 5 ലക്ഷം പാട്ടോട്ട് 2 ലക്ഷം തന്ന് സഹായതേ ലക്ഷ്മി ചേച്ചിയെ. ഇങ്ങനെ ഓരോരോ തള്ളും ബദൂരികളും ഇറങ്ങിക്കോളും. ഇനി അടുത്ത് ഭാഗ്യലക്ഷ്മി ചേച്ചിയുണ്ട്. ഭാഗ്യലക്ഷ്മി ചേച്ചി ലക്ഷ്മിപ്രിയയ്ക്ക് മറുപടി നൽകുന്നുണ്ട്. നമുക്കത് കേൾക്കാം, എന്നിട്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താണ്ടത്. ഇത് ഇന്നത്തോടെ തീർക്കും ഞാൻ.
ഞാൻ ഈ വീഡിയോ പറയൂ. ലക്ഷ്മിപ്രിയക്ക് വേണ്ടിയാണ് ഇടുന്നത്. നല്ലത്. ലക്ഷ്മിപ്രിയ, കുറച്ചു നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? ന്യായമായിട്ടുള്ള കാര്യം. ഞാൻ വിചാരിച്ച ആദ്യം അപ്പൊ ലക്ഷ്മിപ്രിയയെ സോഷ്യൽ മീഡിയ കടന്നാക്രമിക്കുന്ന രക്ഷകയായിട്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി എത്തിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമായിരുന്നു പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അൻസിബ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ സംഘടനക്കാരെ, അന്ന് ചോദിക്കാൻ ചേച്ചി ഇല്ലായിരുന്നോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോഴാണ് ചേച്ചി പറയുന്നത് കടന്നാക്രമണത്തിന് കാരണക്കാരി നിങ്ങൾ തന്നെയല്ലേ എന്ന്. പിന്നെ ഞാൻ മാറി, എൻ്റെ നിലപാടിൽ നിന്ന് തന്നെ മാറിപ്പോയി. ഭാഗ്യലക്ഷ്മി ചേച്ചിക്കൊപ്പം ബാക്കി പറ. നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വളരെ കറക്റ്റ്, 100% ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം വാവിട്ട കോടാലി എന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ. കാണണമെങ്കിൽ ലക്ഷ്മിപ്രിയ നോക്കിയാൽ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ത് എവിടെ എങ്ങനെ എപ്പോൾ പറയണമെന്ന് പോലും അറിയത്തില്ല. കുറേ ഇൻ്റർവ്യൂ എടുക്കും, വായി തോന്നിയ പറയും. അവസാനം ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. തുടങ്ങട്ടെ. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിനെ കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? കടി, ഒന്നാം തരം കടി ചേച്ചിക്കോട്. ഈ കാര്യത്തിൽ ചേച്ചിക്കൊപ്പം, അല്ലാത്ത കാര്യത്തിലൊന്നും ഞാൻ ചേച്ചിക്കൊപ്പം ഇല്ല. പക്ഷെ ഈ കാര്യത്തിൽ ചേച്ചിക്കൊപ്പം. ചേച്ചി പറ. ചേച്ചി മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസിയാകുന്നത്? ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബ പട്ടീരെ വാലിൽ കുഴല് കയറ്റിയിട്ടാലും കുഴല് വളഞ്ഞു പോകുന്നതല്ലാണ്ട് വാല് നവരൂല. അത് തന്നെ. അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. അതെ, തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യമായി സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്മിപ്രിയ, ദയവീത് അത് മനസ്സിലാക്കൂ. സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസിയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇപ്രാവശ്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പറട്ട ലക്ഷ്മിപ്രിയ കാരണം പല ഇല്ലാത്ത അപരാധ കഥകളും പറഞ്ഞുണ്ടാക്കി ആ പെൺകുട്ടിയുടെ കരിയറും ജീവിതവും തകർക്കാൻ നോക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് നേരത്തെ അറിയാം.
അതായത് അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ട് PR വർക്കുകളും അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ട് പല ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കും, കാശ് എറിയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇമാതിരി കാട്ടപരാധങ്ങൾ കണ്ടുകൊണ്ട് ആരും അൻസിബയെ തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. അവളെ പറ്റിയിട്ട് പല ഇല്ലാത്ത കഥകളും പലതും പറഞ്ഞുണ്ടാക്കി പല ഫാബ്രിക്കേഷൻസും ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. മടിയിൽ കനമില്ലാത്തവൻ കിടന്ന് കനിച്ചാൽ മതി, അല്ലാത്തവർ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇവളെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചൊറിയാൻ തുടങ്ങിയാണ്. ചുമ്മാ കേട്ടാ. ഓക്കെ, അവളാക്കിയതാ, അത് വിട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കുമ്പോൾ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.